ആദായനികുതിയിൽ ഇടത്തരക്കാർക്കുള്ള ബമ്പർ ലോട്ടറിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര ബജറ്റ്. ഇത്തവണ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ഈ വർഷത്തെ ബജറ്റിൽ കേന്ദ്രം നിരാശപ്പെടുത്തില്ല. ഇത്തവണയും ബമ്പർ പ്രതീക്ഷയിലാണ് ജീവനക്കാർ. ആദായനികുതിയിൽ ഇടത്തരക്കാർക്കുള്ള ബമ്പർ ലോട്ടറിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര ബജറ്റ്. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായനികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് ഇടത്തരക്കാർക്ക് വലിയ നേട്ടമായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവ് തന്നെ കഴിഞ്ഞ തവണ നൽകിയതിനാൽ ഇത്തവണ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ആദായനികുതിയുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവില്ല. എന്നാൽ കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതുകൊണ്ട് ഈ വർഷത്തെ ബജറ്റിൽ കേന്ദ്രം തീർത്തും നിരാശപ്പെടുത്താനും സാധ്യതയില്ല. 2020-21 വർഷത്തേക്കുള്ള ബജറ്റിൽ അവതരിപ്പിച്ച പുതിയ നികുതി സമ്പ്രദായത്തിലുള്ളവർക്കാണ് കഴിഞ്ഞ തവണ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഭവന വായ്പ, ഇൻഷുറൻസ് തുടങ്ങി വിവിധ നികുതി ഇളവുകൾ നേടാവുന്ന പഴയ നികുതി സമ്പ്രദായത്തിൽ നിന്ന് കൂടുതൽ പേരെ പുതിയതിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിലും പ്രതീക്ഷിക്കാം. എന്നാൽ അത് നികുതി നിരക്കിൽ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാകണമെന്നുമില്ല. ധനകമ്മി കുറയ്ക്കുന്നതിനൊപ്പം രാജ്യത്ത് കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിനായിരിക്കും ബജറ്റിൽ ഊന്നൽ നൽകുക. ഉപഭോഗം വർദ്ധിപ്പിക്കൽ, സ്വകാര്യ നിക്ഷേപകർക്ക് പ്രോത്സാഹനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കും ഊന്നലുണ്ടാകും. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിളകൾക്ക് താങ്ങുവില വർദ്ധിപ്പിക്കാനും തുക വകയിരുത്തുമോ എന്നാണ് കാർഷിക മേഖലയും ഉറ്റുനോക്കുന്നത്. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപിച്ചതിന്റെ പ്രതിഫലനം ബജറ്റിൽ കണ്ടേക്കാം. പുതിയ തീവണ്ടികൾ പ്രഖ്യാപിക്കുന്നതിനു പകരം പാത വികസനവും സുരക്ഷയും വൈദ്യുതീകരണം, സ്റ്റേഷൻ നവീകരണം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന മേഖലയ്ക്ക് കൂടുതൽ ഫണ്ട് വകയിരുത്താനാണ് അടുത്ത കാലത്തായി കണ്ടുവരുന്നതും. ഇക്കുറിയും ഇതിന്റെ തുടർച്ച പ്രതീക്ഷിക്കാം. കേരളത്തിനു പുറമെ ഈ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിന് വാരിക്കോരിയാണ് കേന്ദ്രം നൽകിയത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.